ഹായ് ഫ്രണ്ട്സ്, മായ ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. മേഥി പറാത്ത. ഇതാണ് മേഥി ലീവ്സ്. ഇതിൻ്റെ സീസണിൽ മിക്ക സൂപ്പർ മാർക്കറ്റിലും മേഥി ലീവ്സ് അവൈലബിൾ ആണ്. ഇനി മേഥി ലീവ്സ് കണ്ടാൽ വാങ്ങാൻ മടിക്കേണ്ട, പൊറോട്ട ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉലുവ ചെടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഉലുവയുടെ ഇലയാണ്. മേഥി എന്നത് ഉലുവയുടെ ഹിന്ദി വേർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇളം തണ്ടോടുകൂടിയ ഇലകൾ ഉപയോഗിക്കാം. വലിയ തണ്ട് കളയാം. ഇനി മേഥി ഒന്ന് കഴുകിയെടുക്കുക. 5 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട് വച്ചതിന് ശേഷം നന്നായി റിൻസ് ചെയ്തെടുക്കുക. പെസ്റ്റിസൈഡ്സ് മൂലമുള്ള വിഷാംശം കളയുന്നതിനാണ് ഉപ്പോ അല്ലെങ്കിൽ വിനെഗറോ ചേർത്ത് കഴുകുന്നത്. കുഴയ്ക്കുവാനായി 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്, അതായത് 200 ഗ്രാം. ഉലുവയില കൂടാതെ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു പച്ചമുളക്, അയമോദകം, ഒരു 1/2 ടീസ്പൂൺ അയമോദകം എന്നിവയും എടുത്തു. അയമോദകം സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഈ ചേരുവകളെല്ലാം ചേർത്ത് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കുഴയ്ക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇനി അവസാനം ഇത്തിരി വെളിച്ചെണ്ണയും ചേർത്ത് കുഴച്ച് വയ്ക്കാം. ചപ്പാത്തി, അതുപോലെ സ്റ്റഫ്ഡ് പൊറോട്ട ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് മാവ് കുഴച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വയ്ക്കുന്നത് നല്ലതാണ്. മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും മാവ് വയ്ക്കണം. ഇനി ഉണ്ടാക്കി തുടങ്ങാം. ഇതുപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് പരത്താം. അത്യാവശ്യം ഒരു 6 എണ്ണം ഉരുട്ടിയെടുത്തു. കുഴച്ച മാവ് ഇനിയും ഉണ്ടേ. മാവിൽ പൊടി തൂകി പരത്തിയെടുക്കുക. ഇനി ഇത് ചുട്ടെടുക്കാം. 2 സൈഡ് മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ചൂടാക്കുക. പൊറോട്ട ആയതുകൊണ്ട് നെയ്യ് പുരട്ടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇഷ്ടമാണെങ്കിൽ 2 സൈഡിലും നെയ്യ് പുരട്ടി പൊറോട്ടയുടെ ടേസ്റ്റ് കൂട്ടാം. ഓയിൽ അപ്ലൈ ചെയ്താലും മതി. ഇനി ഒരു ലെയർ പൊറോട്ട ഉണ്ടാക്കാം. ഇങ്ങനെ മടക്കിയൊക്കെ വെച്ച് നമ്മൾ പരത്തുമ്പോൾ അത് ലെയറായിട്ട് വരുമല്ലോ. മേഥി പൊറോട്ട വെറുതെ ഒന്നും കൂട്ടാതെ തന്നെ കഴിക്കാവുന്നതാണ്. ഉലുവയിലയുടെ ടേസ്റ്റ് തന്നെ അങ്ങനെയാണ്. കസൂരി മേഥി, അതായത് ഉണക്ക ഉലുവയിലയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുവാനായിട്ട്. ഒരു ഗ്രീൻ ചട്നിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. അച്ചാറോ ചട്നിയോ അങ്ങനെ എന്തും കൂട്ടി കഴിക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും ഇനേബിൾ ചെയ്യണം.